So welcome back to our channel CTech, a K2 tuition for computer science students. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് K2 S6 CSEയുടെ ഇമ്പോർട്ടൻറ്റ് കോർ പേപ്പറായ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസ്സിംഗ് ആണ്. അതിൻ്റെ കോഴ്സ് കോഡ് വന്നിട്ട് CST 304 ആണ്. സോ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസ്സിംഗിൻ്റെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം മൊഡ്യൂൾ 1ൻ്റെ സിലബസ് നോക്കാം. മൊഡ്യൂൾ 1ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ദെൻ വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസ്, ലൈൻ ഡ്രോയിങ് അൽഗോരിതംസ്, സർക്കിൾ ഡ്രോയിങ് അൽഗോരിതംസ്. പാർട്ട് ബിയിൽ നമുക്ക് മെയിനായിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് അൽഗോരിതംസ് എന്നായിരിക്കും. പ്രോബ്ലമാറ്റിക് ആയിട്ടും അല്ലാതെയും ചോദിക്കാവുന്നത് അൽഗോരിതംസ് എന്നായിരിക്കും. ബാക്കി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ദ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ദ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വൺ ബൈ വൺ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അറിഞ്ഞിരിക്കുക. സോ എന്താണ് ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്? കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഈസ് എൻ ആർട്ട് ഓഫ് ഡ്രോയിങ് പിക്ചേഴ്സ് ഓൺ കമ്പ്യൂട്ടർ സ്ക്രീൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിങ്ങിൻ്റെ സഹായത്തോടു കൂടി കമ്പ്യൂട്ടർ സ്ക്രീനിൽ പിക്ചേഴ്സ് വരയ്ക്കാനോ അല്ലെങ്കിൽ പിക്ചേഴ്സിൻ്റെ ഡിസ്പ്ലേയും പിക്ചേഴ്സിൻ്റെ ആ ഒരു ആർട്ട് ഓഫ് ഡ്രോയിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് കമ്പ്യൂട്ടേഷൻ, ക്രിയേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ. നമുക്ക് ബേസിക്കലി നമുക്ക് ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദർ ആർ ടു ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഫസ്റ്റ് വൺ ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് സെക്കൻഡ് വൺ നോൺ ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. നമുക്ക് വൺ ബൈ വൺ നോക്കാം. എന്താണ് ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്? So what is interactive computer graphics? ആ വാക്കി തന്നെയുണ്ടല്ലേ, there will be an interaction between. Okay, അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ആ ഇൻട്രാക്ഷൻ ഉണ്ടാവുക നോക്കൂ. The interactive computer graphics work using the concept of two communication between computer and user. So ഇവിടെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഉണ്ടാവുന്നത്. ആരൊക്കെ തമ്മിലാണ്? കമ്പ്യൂട്ടറും യൂസറും. So there will be interactive computer graphics എന്ന് പറയുന്നത് അവിടെ എന്താണ് ഒരു യൂസറും കമ്പ്യൂട്ടറും തമ്മിലൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡിലൂടെ ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണെന്ത് ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുക. അപ്പം മെയിനായിട്ട് നമുക്ക് എക്സാമ്പിൾ പറയാം. നമ്മൾ ഗെയിംസ് ഓൾ ആപ്ലിക്കേഷൻ ഗെയിംസ് ഒക്കെ ഏതിൽ എക്സാമ്പിളായിട്ട് പറയാം? ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയാം. സോ ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്താണെന്നറിയാലോ? ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ടു വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷനാണ്. അവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് ഇവിടെ ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസും കൂടെ നോക്കോളൂ. ഹയർ ക്വാളിറ്റി ആയിരിക്കും, ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി, മോർ പ്രിസൈസ് റിസൾട്ട്സ് ഓർ പ്രോഡക്ട്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നോൺ ഇൻട്രാക്റ്റീവ് ഓർ പാസീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. എന്താണ് നോൺ ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്? ദ പിക്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ മോണിറ്റർ, ദ യൂസർ ഡസ് നോട്ട് ഹാവ് എനി കൺട്രോൾ ഓവർ ഇറ്റ്. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു എന്താണ് ഇൻട്രാക്റ്റീവ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ യൂസറും തമ്മിലൊരു ഇൻട്രാക്ഷൻ ആണെങ്കിൽ നോൺ ഇൻട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കമ്പ്യൂട്ടർ യൂസറും തമ്മിൽ എന്തില്ല? ഇൻട്രാക്ഷൻ ഇല്ല. അതായത് വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമായിരിക്കും. യൂസറിന് ആ ഒരു ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു പിക്ചറായിട്ടോ യാതൊരു കൺട്രോൾ കാണത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ പിക്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ മോണിറ്റർ, മോണിറ്ററിൽ പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യാം ആൻഡ് ദ യൂസർ ഡസ് നോട്ട് ഹാവ് എനി കൺട്രോൾ ഓവർ ദ പിക്ചർ. ആ ഇമേജിലോ ആ പിക്ചറിലോ യൂസറിന് എന്തില്ല? ഒരു കൺട്രോളും കാണത്തില്ല. യൂസർ കനോട്ട് മേക്ക് എനി ചേഞ്ച് ഇൻ ദാറ്റ് മീൻസ് അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ആ ഇമേജ് റെൻഡറായി വരുന്ന ആ ഇമേജിൽ എന്ത് ചേഞ്ചസ് നടത്താൻ യൂസറിന് പറ്റത്തില്ല. അതാണ് നോൺ ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ. വൺ എക്സാമ്പിൾ നമുക്ക് പറയാം. നമ്മൾ ടി വിയിൽ കാണിക്കുന്ന ടൈറ്റിൽസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. യൂസർ ഡസ് നോട്ട് ഹാവ് എനി കൺട്രോൾ ഓവർ ദ ഇമേജ്. ഓക്കെ ആണല്ലോ ഇൻട്രാക്റ്റീവ് നോൺ ഇൻട്രാക്റ്റീവ്. ഇൻട്രാക്റ്റീവ് എന്ന് പറയുന്നത് അവിടെ കമ്പ്യൂട്ടറും യൂസറും തമ്മിലൊരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ കാണും. നോൺ ഇൻട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. കമ്പ്യൂട്ടറിന് യൂസറും തമ്മിലൊരു ഇൻട്രാക്ഷൻ കാണത്തില്ല. യൂസറിന് ഒരു കൺട്രോളും ആ ഇമേജിൽ കാണത്തില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. മെയിനായിട്ട് ആ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എവിടേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസസ്, ട്രെയിനിങ്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ മെയിനായിട്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് ഇല്ലേ. ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, എക്കണോമിക് സിസ്റ്റത്തിൽ എവിടെയായാലും കമ്പ്യൂട്ടർ ജനറേറ്റഡ് മോഡൽസ് ആണ് എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എഡ്യൂക്കേഷൻ ഈസ് വൺ ബെസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. നെക്സ്റ്റ് ഫ്ലൈറ്റ് സിമുലേറ്റർ. അതായത് നമ്മുടെ പൈലറ്റ്സ്, എയ്റോപ്ലെയിനിൻ്റെ പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആവുന്ന ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൈക്രോബയോളജിയിൽ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ആ ഒരു പിക്ചർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്.
ദെൻ നമുക്ക് ഏതൊക്കെ ഏരിയാസ് പറയാം? കമ്പ്യൂട്ടർ ജനറേറ്റഡ് മാപ്സ്. അഫ്കോഴ്സ് നമ്മൾ ട്രാൻസ്പോർട്ടേഷനും ടൗൺ പ്ലാനേഴ്സിനും എഞ്ചിനീയേഴ്സിനൊക്കെ മെയിനായിട്ട് കമ്പ്യൂട്ടർ ജനറേറ്റഡ് മാപ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് വൺ ഓഫ് ദ ആപ്ലിക്കേഷനാണ്. പിന്നെ ആർക്കിടെക്ട്സ്, നമ്മൾ ഹൗസ് ബിൽഡിങ്ങിനായിക്കോട്ടെ എന്തിനായാലും ആർക്കിടെക്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആയിരിക്കും, ഒരു 3D വ്യൂ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കറിയാവുന്ന പോലെ പ്രസൻറ്റേഷൻ ഗ്രാഫിക്സ്, നമ്മൾ ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്സ് ഒക്കെ കണ്ടില്ല, ഇതെല്ലാം ഒരു എക്സാമ്പിൾ ഓഫ് പ്രസൻറ്റേഷൻ ഗ്രാഫിക്സിൽ വരുന്നതാണ്. ഓക്കെ. പിന്നെ കമ്പ്യൂട്ടർ ആർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടെലിവിഷൻ, അഡ്വർടൈസിങ്, കൊമേഴ്ഷ്യൽ, ഇതൊക്കെ കമ്പ്യൂട്ടർ ആർട്ടിൽ വരും. ഓക്കെ. പിന്നെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലേ, മോഷൻ പിക്ചേഴ്സിന് മേക്ക് ചെയ്യാനായിട്ടോ മ്യൂസിക് വീഡിയോസ്, ടെലിവിഷൻ ഷോസ് ഒക്കെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. സോ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഒക്കെ 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്യാം. നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഉണ്ട്, കമ്പ്യൂട്ടർ ആർട്ട്, എൻ്റർടൈൻമെൻറ്റ്, ഫ്ലൈറ്റ് സിമുലേറ്റർ, പ്രസൻറ്റേഷൻ ഗ്രാഫിക്സ്, ദെൻ നമുക്ക് ഏതൊക്കെ പറയാം, ആർക്കിടെക്റ്റ്, കമ്പ്യൂട്ടർ ജനറേറ്റഡ് മാപ്സ്, ഇതൊക്കെ എന്താണ് യൂസ് ഇൻ ബയോളജി, ഇതൊക്കെ എന്താണ് മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പിക്സൽ എന്താണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഇതാണല്ലോ, ഒരു ഫോട്ടോ എടുത്താലും പറയും ഇത്ര മെഗാ പിക്സൽ ആണ്, ഇത്ര പിക്സൽ ഇമേജ് ആണ്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. സോ പിക്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് ഇതൊരു ഇമേജ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇതൊരു ഇമേജ് ആണെങ്കിൽ ഈ ഇമേജിന് എന്തുണ്ടാവും? ഈ ഇമേജിനൊരു പിക്സൽ ക്വാളിറ്റി ഉണ്ടാവും അല്ലേ. സോ പിക്സൽ എന്ന് പറയുന്നത് ഇസ് ദ സ്മോളസ്റ്റ് എലമെൻറ്റ് ഓഫ് ആൻ ഇമേജ്. അതായത് നമ്മളൊരു ഇമേജിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയായിരുന്നെങ്കിൽ അതിലേറ്റവും ഒരു സ്മോളസ്റ്റ് എലമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് പിക്സൽ എന്ന് പറയുന്നത്. ഈച്ച് പിക്സൽ കറസ്പോണ്ട് ടു എനി. അപ്പോൾ നമ്മൾ ഒരു ഇമേജ് അവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പിക്സൽ കാണും, ഒരുപാട് സ്മോളസ്റ്റ് എലമെൻറ്റ്, ആ ഒരു ഇമേജിലെ ഏറ്റവും ചെറിയ എലമെൻ്റ് ആണ് എന്ത് പിക്സൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പിക്സൽ ഈച്ച് പിക്സൽ കറസ്പോണ്ട് ചെയ്യുന്ന ടു എനി വൺ വാല്യൂവിനെ ആയിരിക്കും. ഒരു 8-bit ഗ്രേ സ്കെയിൽ ഇമേജ് ആണെങ്കിൽ അവിടുത്തെ പിക്സൽ വാല്യൂ എന്ന് പറയുന്നത് 0 to 255 ആയിരിക്കും. അത് അറിഞ്ഞിരിക്കുക. ഒരു 8-bit ഗ്രേ സ്കെയിൽ ഇമേജ് ആണെങ്കിൽ അവിടുത്തെ പിക്സൽ വാല്യൂ എന്ന് പറയുന്നത് 0 to 255 ആയിരിക്കും. അതുപോലെ ദ വാല്യൂ ഓഫ് എ പിക്സൽ അറ്റ് എനി പോയിന്റ് കറസ്പോണ്ട് ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫോട്ടോൺ സ്ട്രൈക്കിംഗ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഒരു പിക്ചറിൻ്റെ ആ ഒരു പിക്സൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്രത്തോളം ലൈറ്റ് ഇൻറ്റൻസിറ്റി വന്ന് സ്ട്രൈക്ക് ചെയ്തു അതിന് കറസ്പോണ്ട് ചെയ്തിരിക്കും. ഇത്രയുമാണ് പിക്സൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അറിയാലോ, പിക്സൽ ഈസ് ദ സ്മോളസ്റ്റ് എലമെൻറ്റ് ഓഫ് ആൻ ഇമേജ്. ഒരു ഇമേജിലെ സ്മോളസ്റ്റ് എലമെൻ്റ് ആണ് എന്ത് പിക്സൽ എന്ന് പറയുന്നത്. ഈ കറസ്പോണ്ടിങ് ഇമേജിൻ്റെ പിക്സൽ ആയിട്ടുള്ള കാണിച്ചിരുന്നത് ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ട് കാണുന്നില്ലേ, ഇതാണ് എന്ത് പിക്സൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. ഓക്കെ. ഇനി എന്താണ് ഒരു ഗ്രേ ലെവൽ? ഗ്രേ ലെവൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പിക്സലിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ഇമേജ് അറ്റ് ദാറ്റ് ലൊക്കേഷൻ ആണ്. ആൻഡ് അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഗ്രേ ലെവൽ എന്ന് പറയാം. That is, the value of a pixel at any point denotes the intensity of image at that location. അതായത് പിക്സലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതൊരു പോയിന്റിലെ പിക്സൽ വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇമേജ് ആയിരിക്കും. അങ്ങനെയാണ് അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള 2 ടേംസ് ആണ്. ആസ്പെക്ട് റേഷ്യോ എന്താണ്, റെസൊല്യൂഷൻ. ഇതൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല ഫെമിലിയർ ആയിരിക്കും. എന്താണ് ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് ഇസ് ദ റേഷ്യോ ഓഫ് ദ വിഡ്ത്ത് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. അതായത് ഇപ്പോൾ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജിൻ്റെ വിഡ്ത്തും ഹൈറ്റിൻ്റെ റേഷ്യോനെ കാണിക്കുന്നതാണ് എന്ത്? ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിനായിട്ട് നമുക്ക് X:Y എന്ന് പറഞ്ഞ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതും പല പല ഡിഫറെൻറ്റ് ഇമേജസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫർ ചെയ്യും. ഓക്കെ. ടെലിവിഷനും ഫോട്ടോഗ്രാഫിയിൽ ഡിഫർ ചെയ്യും ആസ്പെക്ട് റേഷ്യോ. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ എഡിറ്റിംഗ് താഴെ നമുക്ക് ആസ്പെക്ട് റേഷ്യോ കാണുമല്ലേ, 2:3, 8:2. ഏത് ആ ഒരു ഫ്രെയിം ആ ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു റേഷ്യോ ആണ് എന്താ? ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി എന്താണ് റെസൊല്യൂഷൻ? റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ്. നമ്മൾ എന്താണ് പിക്സൽ എന്ന് പഠിച്ചില്ലേ? സ്മോളസ്റ്റ് എലമെൻറ്റ് ഓഫ് എൻ ഇമേജ് ആണ് എന്ത്? പിക്സൽ. അങ്ങനെയാണെങ്കിൽ ഒരു ഇമേജിൽ എത്ര പിക്സൽ ഉണ്ട്, ആ പിക്സലിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് കണ്ടുപിടിക്കുന്നതാണ് എന്ത്? റെസൊല്യൂഷൻ ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമേജിൻ്റെ ഹൈറ്റ്
ടു ദ വിഡ്ത്ത് ആണെങ്കിൽ വിഡ്ത്ത് ടു ദ ഹൈറ്റ് ആണെങ്കിൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ഡിസ്പ്ലേഡ് ഓൺ യുവർ കമ്പ്യൂട്ടർ ഓർ ടെലിവിഷൻ സ്ക്രീൻ. ഓക്കെ അല്ലേ? ഇത് തമ്മിൽ ഡിഫറൻസ് ചോദിക്കാം. ഒരു 4 മാർക്കിനോ 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്പെക്ട് റേഷ്യോ ആൻഡ് റെസൊല്യൂഷൻ. റേഷ്യോ ഓഫ് ദ ആസ്പെക്ട് റേഷ്യോ ഒന്നും കൂടെ പറയാം. ഇസ് ദ എക്സ്പ്രസ്ഡ് ഇൻ x:y ആണ്. ഇവിടെ കാണിക്കുന്ന വിഡ്ത്ത് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണെങ്കിൽ, റെസൊല്യൂഷൻ ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ആയിരിക്കും. ആസ്പെക്ട് റേഷ്യോ, കോമൺ ആസ്പെക്ട് റേഷ്യോ ഏതൊക്കെയാണ്? 4:3, 16:9 ഒക്കെയാണ്. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കോമൺ മോണിറ്റർ റെസൊല്യൂഷൻ വന്നിട്ട് ഏതൊക്കെയാണ്? 640x480, 800x600 ഒക്കെയാണ്. ഓക്കെ അല്ലേ? ആസ്പെക്ട് റേഷ്യോ റെസൊല്യൂഷനും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലേ എന്താണ് ഇൻപുട്ട് ഡിവൈസ്? ഇൻപുട്ട് ഡിവൈസസ് ആർ ദ ഹാർഡ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഇൻപുട്ട് ടു ദ കമ്പ്യൂട്ടർ. ഹാർഡ്വെയർ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് യൂസ് ചെയ്യാൻ എന്തിനാണ്? കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ഡിവൈസുകളാണ് എന്ത്? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ആ ഡേറ്റ എങ്ങനെയൊക്കെ ആവാം? ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ് ആയിരിക്കാം, ഗ്രാഫിക്സ് ആയിരിക്കാം, സൗണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ്, സൗണ്ട് ആൻഡ് ടെക്സ്റ്റ് ഏത് ഫോമിൽ വേണോ ആ ഒരു ഡേറ്റ ഉണ്ടാവും. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ് ദ ഡേറ്റ ഫ്രം ദ മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നിന്ന് അത് ആ ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഫോമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് വരുന്നു, ഇൻപുട്ട് ആർക്ക് കൊടുക്കുന്നു? നമ്മൾ ഇൻപുട്ട് ഡിവൈസിന് കൊടുക്കുന്നു. ഇൻപുട്ട് ഡിവൈസ് അത് മെമ്മറിക്ക് വന്നു, മെമ്മറി സ്റ്റോർ ചെയ്ത ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ഡിവൈസ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാണിക്കും. ഓക്കെ അല്ലേ? ഔട്ട്പുട്ട് ഡിവൈസ് കമ്പ്യൂട്ടറിലെ മെയിനായിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെ വരാം? ഗ്രാഫിക് പ്രിൻ്റർ, പ്ലോട്ടർ, ഇതൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ, ഇനി ഡിസ്പ്ലേ ഡിവൈസസ് നോക്കാം. ദ ഡിസ്പ്ലേ ഡിവൈസ് ഇസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ്ഡ് ടു represent the information in the form of images. ഇമേജസിൻ്റെ രൂപത്തിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസാണ് ഡിസ്പ്ലേ ഡിവൈസ്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വീഡിയോ മോണിറ്റർ, വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ്, VDU അല്ലെങ്കിൽ വീഡിയോ മോണിറ്ററൊക്കെ അതിന് എക്സാമ്പിളാണ്. മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ. പർപ്പസ് ഓഫ് ഡിസ്പ്ലേ ദ ടെക്നോളജി, ഡിസ്പ്ലേ കാണിക്കുക, അതൊരു ഹയർ ക്വാളിറ്റി ഡിസ്പ്ലേ ആയിരിക്കും. ഓക്കെ, ഡിസ്പ്ലേ ഡിവൈസ് നമുക്ക് എക്സാമ്പിൾ ഏതൊക്കെ പറയാം? കാഥോഡ് റേ ട്യൂബ്, കളർ CRT മോണിറ്റർ, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, LCD, നമ്മുടെ വീട്ടിൽ LCD TV ഉണ്ട് അല്ലേ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, അതേപോലെ 3D ഡിസ്പ്ലേ, പ്ലാസ്മ ഡിസ്പ്ലേ ഒക്കെ എക്സാമ്പിൾസ് ഓഫ് ഡിസ്പ്ലേ ഡിവൈസസ് ആണ്. ഓക്കെ അല്ലേ? സോ നമ്മളിന്ന് നോക്കിയത് ബേസിക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ടോപ്പിക്സ് ആണ്. എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നമ്മൾ നോക്കി, അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, 2 ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നോക്കി, ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സും നോൺ ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സും. അതുപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് ഡിവൈസ് എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് എന്താണെന്ന് നോക്കി, ഡിസ്പ്ലേ ഡിവൈസസും നോക്കി, ദ ആസ്പെക്ട് റേഷ്യോ, റെസൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് കവർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. ഓക്കെ, താങ്ക് യു.